വിഴിഞ്ഞം എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. അതിലൂടെ വരാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ചില ആശങ്കകളൊക്കെ നിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം രാജ്യത്തിന്റെ വികസന കവാടമാവുമെന്നതിലും തുറമുഖ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് ജോലി ലഭിക്കും എന്നതിലും ഉറപ്പുണ്ടെങ്കിലും പരിസര പ്രദേശത്ത് മറ്റു തരത്തിലുള്ള വികസനം എപ്പോൾ ഉണ്ടാകും എന്നതിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. നിലവിൽ മദർഷിപ്പുകൾ തുറമുഖത്തെത്തുകയും ഫീഡർ കപ്പലുകളിൽ മറ്റിടങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇതിലൂടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അദാനി ഗ്രൂപ്പിനും വരുമാനമുണ്ടാവും. എന്നാൽ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ, അവിടെ വികസന നേട്ടമുണ്ടാവൂ. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷിച്ച പോലെ വരുമാനം ലഭിക്കുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അദാനി ഗ്രൂപ്പിനും പദ്ധതിയിലൂടെ വരുമാനം ലഭിക്കും. എന്നാൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ സാമാന്യ ജനത്തിന് നേരിട്ട് വരുമാനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് അനിശ്ചിതത്വം തുടരുന്നത്. തുറമുഖ പദ്ധതി പ്രദേശമായ മുല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ളതും ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നതുമായ റോഡ് 10 കൊല്ലമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിശ്ചിത കാര്യങ്ങൾ നിശ്ചിത സമയത്ത് ചെയ്യാനാണ്. പക്ഷെ 10 വർഷം കിട്ടിയിട്ട് ഇവർക്കൊരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിശ്വസനീയമാണ്. പുറം ലോകം അറിഞ്ഞാൽ നമ്മളെയൊക്കെ അപമാനിക്കും. നിങ്ങൾ 1.5 കിലോമീറ്റർ റോഡിൽ എന്റെ അറിവിൽ ഇപ്പോൾ ഒരു 100-150 മീറ്റർ കൂടിയേ ബാക്കിയുള്ളൂ. 100-150 മീറ്റർ കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈ എന്താണ് ബുധനിലും ചന്ദ്രനിലും ഒക്കെ ആളെ വിട്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് തടസ്സമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റിംഗ് റോഡിന്റെ അവസ്ഥയാണെങ്കിൽ ഇതിലും കഷ്ടമാണ്. ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ഇറക്കുകയും ഉടമകളിൽ നിന്ന് രേഖകൾ വാങ്ങുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം പോലും നൽകിയിട്ടില്ല. വളരെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒളിവിലാണെന്നാണ് പുള്ളി എനിക്ക് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് എന്തോ സ്ഥലം ഗവൺമെന്റിന് സറണ്ടർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ പറ്റും, എന്തോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥ ഞാൻ വേണേൽ നിങ്ങൾക്ക് തരാം, അത് കാണിക്കണമെങ്കിൽ തരാം. ഒളിവ് ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ശപിക്കുകയാണ്. ഈ നമ്മുടെ തുറമുഖത്ത് അദ്ദേഹം ശപിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ നമ്മുടെ തുറമുഖത്തെ ശപിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആരാണ് കാരണക്കാരൻ? ഈ റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലാൻഡ് എല്ലാം ഫ്രീസ് ചെയ്ത് ബാങ്കിലും വെക്കാൻ പറ്റില്ല, 5 സെന്റ് വിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സമൂഹത്തെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡിൽ സർക്കാരിന്റെ മാത്രം 10ലധികം വൻകിട പദ്ധതികളാണ് ആലോചനയിലുള്ളത്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ നിരവധി സംരംഭങ്ങൾ ഉണ്ടാകും. എല്ലാം ഫയലിൽ ഉറങ്ങിയാൽ വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയില്ലെന്ന് ചുരുക്കം. ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയുടെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.